ഇന്ന് നമ്മുടെയുള്ള ഗസ്റ്റ് ആരാണെന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് വിഷ്വൽസ് കണ്ടിട്ട് വരാം. പൊറോട്ട ഇല്ലാതെ മലയാളിക്ക് പറ്റത്തില്ല. ശരിക്കും ഈ യൂട്യൂബ് തരംഗമൊക്കെ വരുന്നതിന് എത്രയോ കാലം മുന്നേ ശരിക്കും ഷോർട്ട് ഫിലിം എന്നൊരു ആർട്ട് ഫോം ഉണ്ടെന്ന് പലർക്ക് അറിയത്ത് പോലും ഇല്ലാത്തൊരു സമയത്താണ് തോർത്ത് വരുന്നത്. തോർത്ത് പറയില്ലല്ലോ, എല്ലാവർക്കും അറിയാം. അൽത്താഫ് പറഞ്ഞു ആ ഒരു ക്യാരക്ടർ നീ ചെയ്യുകയാണെങ്കിൽ ഞാനിത് ചെയ്യാം എന്ന് പറഞ്ഞു. നിങ്ങൾ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടോ ഇത് നമ്മൾ അടിച്ചു കൊടുത്ത പൊറോട്ട ആയിരിക്കും വരാൻ പോകുന്നത് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ കഴിക്കാതെ എപ്പോഴും ഇരുന്നിട്ടുണ്ടോ? ചില കടകളിൽ പോകുമ്പോൾ നമുക്ക് ആ ഒരു സെറ്റപ്പ് കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഇത് തോർത്താന്നുള്ള. ലൈഫിലെ ഏറ്റവും മനോഹരമായ ഒരു മൊമെന്റ് ഏതായിരിക്കും? ഈ സിനിമയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമായിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്. 12 വർഷങ്ങൾക്ക് മുമ്പ് തോർത്ത് ഷോർട്ട് ഫിലിം ഇറങ്ങി. അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, പബ്ലിക് മീഡിയകൾ ഒന്നും തന്നെ ഇല്ല. എന്നിട്ടും കേരളക്കരയാകെ, എന്തിന് സൗത്ത് ഇന്ത്യ മുഴുവൻ ആ ഷോർട്ട് ഫിലിം പടർന്ന് പന്തലിച്ചു. ഇന്നും അതിലെ പല ആർട്ടിസ്റ്റുകളും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. അതിലെ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ബാലു ശ്രീധർ ചേട്ടനാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. നമസ്കാരം ചേട്ടൻ. നമസ്കാരം. തോർത്തിൽ കണ്ട മുഖം ഇത്രയും നാൾ എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ട്, പോയിട്ടില്ല. തോർത്തിന് ശേഷം സിനിമാ രംഗത്ത് സജീവമാണ്. 10-20ഓളം സിനിമകൾ ചെയ്തു. ഇപ്പൊ എല്ലാം പാർട്ട് 2ന്റെ കാലമാണ്. എന്തിനും പാർട്ട് 2 ആണ്. അപ്പൊ നമ്മുടെ ഇത്രയും ഐക്കോണിക് ആയ ഈ ഷോർട്ട് ഫിലിമിന് ഒരു പാർട്ട് 2 ഉണ്ടായാൽ ചേട്ടൻ തന്നെ അതിന്റെ ഒരു കേന്ദ്ര കഥാപാത്രമായി നമ്മുടെ മുമ്പിലേക്ക് എത്തും. അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഷോർട്ട് ഫിലിമിന്റെ പാർട്ട് 2 എന്നൊക്കെ പറയുന്നത് എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം എനിക്ക് മാത്രം തീരുമാനിക്കാൻ പറ്റില്ല. ഇപ്പം ഡയറക്ടർക്ക് നമ്മുടെ ആ ക്രൂവിനും ഒക്കെ അങ്ങനെ തോന്നിയാൽ തീർച്ചയായിട്ടും നമ്മളത് ചെയ്യും. ഓക്കെ ചേട്ടൻ, ഞങ്ങളത് കാണാനായിട്ട് വെയിറ്റിംഗ് ആണ്. ഓക്കെ ഓക്കെ. ചേട്ടന്റെ ഒരു തമിഴില് നമ്മളെല്ലാം ഞെട്ടിച്ചോണ്ടൊരു പോസ്റ്റർ കണ്ടായിരുന്നു. ഒരു സിനിമയിൽ ചേട്ടന്റെ ഫേസ് കണ്ടായിരുന്നു. ഏതാ പടം? എന്താണ്, എങ്ങനെയാണ് ആ പടത്തിലിട്ട് എത്തിയത്? ആ പടം എന്നെ ഞാൻ മുന്നേ വർക്ക് ചെയ്ത ഒരു ആർട്ട് ഡയറക്ടർ ഒരു പുതുമുഖങ്ങളെ വെച്ചിട്ടൊരു സിനിമയുടെ പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ തമിഴിൽ മലയാളത്തിലും കൂടെ ആപ്റ്റാവുന്ന അവർക്കൊരു ഫേസ് വേണമായിരുന്നു. അങ്ങനെ എന്നെ സജസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് കണ്ട ഒരു ഓക്കെ എന്ന് തോന്നി. തമിഴ് എങ്ങനെയാണ്, ഫ്ലുവൻ്റ് ആണോ? തമിഴ് നന്നായിട്ട് സംസാരിക്കും. തമിഴ് സംസാരിച്ച് തന്നെ തമിഴ് സിനിമ കണ്ടുകൊണ്ടാണ്. സിനിമ കണ്ട് ആണ് തമിഴ് പഠിച്ചത് തന്നെ. അപ്പോൾ അവിടുത്തെ ഓഡിഷൻ പ്രോസസ്സ് എങ്ങനെയായിരുന്നു? നമ്മുടെ ഈ മലയാളത്തിലൊക്കെ ഉള്ള പോലെ ഒരു ക്യാരക്ടർ തന്ന് അങ്ങനെ ചെയ്യിക്കുകയാണോ? എങ്ങനെയായിരുന്നു പ്രോസസ്? എങ്ങനെയായിരുന്നു? അല്ല, ക്യാരക്ടർ അവർ തരും. അവർ തന്നിട്ട് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ പറയാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് തമിഴിൽ പറയുന്നതാണ്. എന്താണെന്ന് അറിയില്ല, എനിക്ക് കുറച്ച് കംഫർട്ട് തമിഴ് ഓക്കെയാണ്. പിന്നെ നമ്മുടെ മലയാളത്തിൽ പുണ്യാളൻ സിനിമയിലും ചേട്ടൻ്റെ ഒരു ശ്രദ്ധേയമായൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്? പുണ്യാളൻ സിനിമ ഞങ്ങളെ തോർത്തിനെ കുറിച്ച് പറയേണ്ടത്. തോർത്ത് കഴിഞ്ഞിട്ട് ആ സമയത്താണ് ഈ മഹേഷ് എന്ന് പറഞ്ഞപ്പം പുണ്യാളൻ്റെ ഡയറക്ടർ വന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ പുള്ളിക്കൊരു പ്രോജക്റ്റ്, ഒരു ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ ഷോർട്ട് ഫിലിമിൽ ഞാൻ ലീഡ് ക്യാരക്ടർ ചെയ്തു. അതുവഴി ആണ്, അങ്ങനെയുള്ള ബന്ധമാണ്. അപ്പോൾ പുള്ളി നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ഒത്തു വന്നപ്പോഴത്തേക്ക് അതിലൊരു ക്യാരക്ടർ എനിക്ക് തന്നു. അവിടെ ഇങ്ങനെ ഓഡിഷനുള്ള പ്രോസസ് ആയിരുന്നു? ഇല്ല, ഓഡിഷൻ ഒന്നുമില്ല. ഓൾറെഡി അറിയാമല്ലോ നമ്മൾ ചെയ്ത് വർക്ക്. ചേട്ടന്റെ ലൈഫിൽ ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് എവിടെയായിരുന്നു? തോർത്ത് വേറൊന്നും പറയില്ലല്ലോ, അതിൽ എല്ലാവർക്കും അറിയാം. ഇപ്പോഴും ഞാനിപ്പോൾ 10-25ഓളം സിനിമകൾ ചെയ്തു. പക്ഷെ പലർക്കും എന്നെ അറിയില്ല. മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഓരോന്നിലും ഓരോ രൂപമാണ്. എന്നെ പെട്ടെന്ന് ലുക്ക് ചേഞ്ച് ആവും. ഇപ്പം തോർത്തിലെ രൂപം ഇപ്പം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പിന്നെ പോലീസ് ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ റഫായിട്ടുമ്പോഴത്തേക്കും ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പലർക്കും അറിയില്ല. പക്ഷേ ഞാനിപ്പോൾ തോർത്ത് ചെയ്ത ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഒരു പ്രിവിലേജ് വലുത് തന്നെയാണ്. അതൊരു നടന് കിട്ടുന്ന ഒരു താഴെ നിന്ന് വളർന്നു വന്ന എന്നെപ്പോലുള്ളൊരു നടന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ 10 വർഷമായി, ഏകദേശം ഈ 10 വർഷമായിട്ടും ആ തോർത്തിൻ്റെ വൈബ് ഇപ്പോഴും നിൽപ്പുണ്ട്. തമിഴിൽ ഒത്തിരി റീൽസ് വരുന്നുണ്ട് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ. ഒരുപാട് ആൾക്കാർ തമിഴിലുള്ള മലയാളത്തിലുള്ള സുഹൃത്തുക്കൾ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞ മാസവും എനിക്ക് ആ റീൽസിൻ്റെ ഇത് തോർത്ത് വെച്ച് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 വർഷം കഴിഞ്ഞ ഒരു ഷോർട്ട് ഫിലിമിന് ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നു എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അതൊരു വലിയ ഷോർട്ട് ഫിലിം സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അതെ,
ശരിക്കും ഈ യൂട്യൂബ് തരംഗമൊക്കെ വരുന്നതിന് എത്രയോ കാലം മുന്നേ ശരിക്കും ഷോർട്ട് ഫിലിം എന്നൊരു ആർട്ട് ഫോം ഉണ്ടെന്ന് പലർക്ക് അറിയത്ത പോലും ഇല്ലാത്തൊരു സമയത്താണ് തോർത്ത് വരുന്നത്. അതിലൊരു പ്രധാന കഥാപാത്രമായി ചേട്ടൻ ചെയ്യുകയും ചെയ്തു. ശരിക്കും അന്ന് എങ്ങനെയാണ് ഈ വർക്ക് സംഭവിക്കുന്നത്? അതായത് ഓക്കെ, അന്നൊരു ഷോർട്ട് ഫിലിം എടുക്കാൻ പോകാന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ല. എന്ത് ചെയ്യാൻ പോകാൻ ചോദിക്കും. ടെലിഫിലിം ഒക്കെ അന്ന് പിന്നെ ഉണ്ട്. പക്ഷെ യൂട്യൂബ് എന്നൊരു മാധ്യമത്തിൽ ഒരു ഷോർട്ട് ഫിലിം വരുന്നു എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളിലേക്ക് വന്നെങ്ങനെയാണ്? ഈ ആശയം ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് അറിയേണ്ടത് എങ്ങനെ ഈ ഐഡിയയിൽ ലാൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഈ ആശയം നമ്മുടെ ചുറ്റുപാടുമുള്ള സംഭവം തന്നെയാണ്. ഞാൻ മുമ്പ് പല ഇൻ്റർവ്യൂകളിലും ഒക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ചുറ്റും പോകുന്ന കാഴ്ചകളാണ്, റിയാലിറ്റിയാണ് തോർത്തിൽ കാണിച്ചത്. അത് കുറച്ച് ഫണ്ണി ആയിട്ട് അത് ഡയറക്ടർ അത് കാണിച്ചു എന്നുള്ള സംഭവമാണത്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ നമുക്കൊരു സാധാരണക്കാരൻ സിനിമയിലോട്ടുള്ളൊരു എൻട്രി എന്ന നിലയ്ക്ക് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമ വർക്ക് 3-4 സിനിമ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് എൻ്റെ സുഹൃത്ത് തന്നെയാണ് അൽത്താഫ് എന്ന് പറയുന്ന അവനും അതിൽ ഡയറക്ടർ. അപ്പോൾ അവൻ ഡയറക്ടറാണെന്നുള്ള പാഷൻ, എനിക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ആണെങ്കിലും ആക്ടറാണെന്നുള്ള പാഷൻ. അങ്ങനെ നമ്മൾ ടൈം കിട്ടുമ്പോൾ ഇടവേളകളൊക്കെ സംസാരിച്ചിരിക്കുമല്ലോ. അപ്പം ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അപ്പോൾ ആ സിനിമയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ചേട്ടനാണ് എൻ്റെ റൈറ്റർ. അപ്പോൾ ചേട്ടൻ എപ്പോഴോ നമ്മൾ തമാശകളൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു കണ്ടൻറ്റ് പറഞ്ഞു. അപ്പോൾ ഞാനത് അൽത്താഫിൽ ഷെയർ ചെയ്തു. അപ്പോൾ പുള്ളി പറഞ്ഞത് അതിൽ ഒത്തിരി പ്രായം ചെന്ന ഒരു മനുഷ്യനാണ്. അന്ന് ഒരു 60 വയസ്സായ ഒരു തടിയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ. അപ്പം ഇങ്ങനെ ഒരു സൈക്കിളിൽ പോകുന്നു, ഇങ്ങനെ കുളിക്കുന്നു, ഇങ്ങനെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ അൽത്താഫ് പറഞ്ഞു, എടാ ഇത് സാധനം കൊള്ളാം, പക്ഷെ ഇതിപ്പം നീ അഭിനയിച്ചാൽ മതി. പിന്നെ ആ ഒരു ക്യാരക്ടർ നീ ചെയ്യുകയാണെങ്കിൽ ഞാനിത് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് വേറൊരു പുള്ളി പറഞ്ഞു വെച്ചിരിക്കുന്ന വേറൊരു രൂപമാണ്, അത് നോക്കണ്ട, നീ ആണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് അന്നത്തെ ആ സമയം പുള്ളിക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് എന്തായിരുന്നു? നിങ്ങളാണെങ്കിൽ ചെയ്യാം എന്ന് പറയാനുള്ള പുള്ളിയുടെ കോൺഫിഡൻസ് എന്തായിരുന്നു? ചോദിച്ചിട്ടുണ്ടോ അത്? ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. അത് എനിക്ക് ചിലപ്പോൾ എന്നെ അവൻ മനസ്സിലാക്കി കാണും. നമ്മളൊരു സുഹൃത്ത് എന്ന നിലയ്ക്ക് കൂടുതൽ മനസ്സിലാക്കിയോണ്ടായിരിക്കണം. സിനിമ എന്ന് പറയുന്നത് എനിക്ക് നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ പുതിയ ജനറേഷനിൽ അതുണ്ട്. നമ്മളെ വിശ്വസിക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. വിശ്വാസം, നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുക. ആ വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളും കോൺഫിഡൻ്റായി നമ്മളതും ചെയ്യും. അത് ഞാൻ തമിഴ് സിനിമയിൽ ഇപ്പോഴും ഞാൻ പോകാറുണ്ട് കേട്ടോ. അവിടെ ഓഡിഷനൊക്കെ പോകാൻ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പം അവിടെ ഇപ്പോഴും അവരുടെ റിലേഷൻസ് സ്ട്രോങ് ആണ്. നമ്മൾ പല നടന്മാരെയും പുതുമുഖ നടന്മാർ, താഴേക്കിടയിൽ നിന്ന് നടന്മാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന അവരുടെ സുഹൃത്ത്, ഇപ്പം ഒരു ഡയറക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. വടപ്പളനിയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുവട്ടത്തിൽ നമ്മുടെ ഈ പെട്ടിക്കട വെച്ച് ഇരിക്കും പോലെയാണ് കുടിസ് റൂമുകളിൽ ഇപ്പം ഈ സിനിമ ഓഡിഷന് വേണ്ടി സിനിമയിൽ അവസരം തേടി വന്ന ആൾക്കാർ താമസിക്കുന്നത്. അവിടെ പോകുമ്പോൾ ഒരു റൂമിൽ, കുടിസ് റൂമിൽ, അവിടുത്തെ ആ ചൂടിലൊക്കെ ഒരു റൂമിൽ 4-5 ആൾക്കാരുണ്ടാവും. ഇതിൽ ഒരാൾക്ക് ഡയറക്ടർ ആവണമെന്നായിരിക്കും, ഒരാൾ മ്യൂസിക് ഡയറക്ടർ ആവണമെന്നായിരിക്കും, ഒരാൾക്ക് ഗായനാവണമെന്നായിരിക്കും, ഒരാൾക്ക് പിന്നെ ആക്ടർ ആവണമെന്നായിരിക്കും. പക്ഷെ അവിടെ അവർ നിന്നിട്ട് ഒരു ടീമാകും, ഒരു മാനസിക അടുപ്പം ഉണ്ടാവും. ഒരാൾക്കൊരു അവസരം കിട്ടും, അല്ലെങ്കിൽ ഒന്ന് പ്രൂവ് ചെയ്തതിന് ശേഷം അടുത്ത അവസരങ്ങളിൽ ഉറപ്പായിട്ട് അവർ ഇതിൽ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ചെയ്തിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഇദ്ദേഹത്തിന് തോന്നിക്കാണും അൽത്താഫിന് ആ സൗഹൃദമായിരിക്കും. ഉറപ്പായിട്ടും. അല്ല, ഞാൻ വേറെ അതിന് മുന്നേ ഞാൻ ഒന്നും പ്രൂവ് ചെയ്തിട്ടില്ല, ഒരു വർക്ക് ഞാൻ ചെയ്തിട്ടില്ല, മനസ്സിലായില്ല. അപ്പം ആ ഒരു വിശ്വാസം ആണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അന്ന് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആ ഷോർട്ട് ഫിലിം ചെയ്തതിന് ശേഷം നിങ്ങൾ തന്നെ ഈ പൊറോട്ട കഴിക്കാൻ പോകുമ്പോൾ ഈ ഓർമ്മകളോ അല്ലെങ്കിൽ ഇതിന്റെ എന്തെങ്കിലും ഒരു ചിന്ത നിങ്ങൾ അലട്ടിയിട്ടുണ്ടോ? അത് നമ്മൾ അറിയാന്നുള്ള ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാർ ചോദിക്കും, തോർത്ത് നീ പൊറോട്ട കഴിക്കണമെന്ന് ചോദിക്കും. നമ്മളത് ഷൂട്ടല്ലേ, അഭിനയമല്ലേ, പൊറോട്ട ഇല്ലാത്ത മലയാളിക്ക് പറ്റത്തില്ലല്ലോ. ചേട്ടൻ്റെ ഇഷ്ട ആഹാരം എന്താണ്? പൊറോട്ട ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ ഷോർട്ട് ഫിലിം ചെയ്തു, ഇങ്ങനെ ഒരു കണ്ടന്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു, ഏതെങ്കിലും ഒരു തട്ടുകടയിൽ പോകുമ്പോൾ നിങ്ങൾ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടോ, ഇത് നമ്മൾ അടിച്ചു കൊടുത്ത പൊറോട്ട ആയിരിക്കും വരാൻ പോകുന്നത് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ കഴിക്കാതെ എപ്പോഴും ഇരുന്നിട്ടുണ്ടോ? സംശയം തോന്നി ഉള്ളിൽ? ആ സംശയം തോന്നി. ചില കടകളിൽ പോകുമ്പോൾ നമുക്ക് ഒരു സെറ്റപ്പ് കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഇത് തോർത്താന്നുള്ള. ഞാനിപ്പോ തോർത്തിട്ടിരിക്കുന്ന കടകൾ ഇപ്പോഴും ഉണ്ട്, കുറവാണ്. പക്ഷെ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ഉണ്ട്. ചില തട്ടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴാ തോർത്ത് ഇങ്ങനെ എടുത്ത് അപ്പൊ നമ്മളങ്ങനെ നോക്കും, ഇത് തോർത്താണ്, ഇത് തോർത്ത് പൊറോട്ടയാണ്. ചേട്ടാ, പുതിയ സിനിമകൾ ഏതൊക്കെയാണ്? വരാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? വരാൻ പോകുന്ന ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞത് ദിലീപ് ഏട്ടൻ
വിനീത് ബ്രോ ഉള്ള ബബ്ബബ്ബ, അത് വിനീത് ബ്രോയുടെ അസോസിയേറ്റ് ആയിട്ടുള്ള ധനഞ്ജയ് എന്ന് പറയുന്ന ആൾ ഡയറക്റ്റ് ചെയ്യുന്ന വലിയ പടമാണ്. ദിലീപേട്ടൻ്റെ വിനീത് ബ്രോയുടെ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഒരു ക്യാരക്ടറാണ് എൻ്റെ ഓർക്ക്. ഭയങ്കര ഒരു ആൾക്കാരെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ചിത്രമാണത്. ഒരു ബ്രഹ്മാണ്ഡ ചിത്രം എന്നൊക്കെ നമുക്ക് ആ ലെവലിൽ പറയാം, അങ്ങനെയുള്ളൊരു ചിത്രമാണ്. അപ്പോൾ അതിൽ ഒരു ക്യാരക്ടർ വിനീത് ബ്രോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ GN കൃഷ്ണകുമാർ എന്ന് പറയുന്ന ടിയാൻ്റെ ഡയറക്ടർ, മുരളിച്ചേട്ടൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതുന്ന ആര്യനായകനാവുന്ന പടം, പേര് ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പം അതിലൊരു കുഞ്ഞു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഷൂട്ട് പറഞ്ഞിരിക്കുന്ന ഒറ്റക്കൊമ്പൻ, സുരേഷ് ചേട്ടൻ്റെ പടം, മാത്യൂസ് എന്നാണ് ഡയറക്ടർ. പുള്ളി അമൽ നീരദ് അദ്ദേഹത്തിൻ്റെ കൂടെ അസോസിയേറ്റ് ആയിരുന്നാണ്. അതും ഒരു ഭയങ്കര ബ്രഹ്മാണ്ഡ സിനിമ. ബ്രഹ്മാണ്ഡങ്ങളിലേക്കാണ്. ബ്രഹ്മാണ്ഡത്തിൽ ഞങ്ങൾക്കൊരു ഭാഗമാവാൻ കിട്ടുന്നതിന് വലിയ ഭാഗ്യമാണ് അത്. പിന്നെ ഒരു പടം അനൂപ് മേനോൻ, അനുപേട്ട നായനാവുന്ന ഒരു പടം, രതീഷ് നെടുമങ്ങാട് എന്ന് പറയുന്നത്. ചേട്ടാ, ഇത്രയും വർഷം, അതായത് നമ്മളൊരു അഭിനയ മോഹം നമുക്കുണ്ടാവുന്നു, നമ്മൾ അതിനുവേണ്ടി സ്വപ്നങ്ങൾക്ക് പുറകെ ഇറങ്ങുന്നു. ചിലപ്പോൾ അത് പെട്ടെന്ന് നടക്കണമെന്നില്ല. പ്രത്യേകിച്ച് സിനിമയാവുമ്പോൾ സമയം എന്നൊരു ഫാക്ടർ നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫിലോട്ട് ഇടപെടുമെന്ന് പറയാനേ പറ്റില്ല. ഇത്രയും വർഷം സ്ട്രഗിൾ ചെയ്ത് നിൽക്കാനുള്ള ഇൻസ്പിറേഷൻ എന്താണ്, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം എന്താണ്? ആ സിനിമയോടുള്ള പാഷൻ തന്നെ, വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഈ 10 വർഷമായി എന്ന് ഞാൻ ഇടയ്ക്ക് ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. ഈ 10 വർഷം പോയത് അറിഞ്ഞില്ല. സിനിമയോടുള്ള പാഷൻ തന്നെയാണ്. ഇപ്പം നമ്മളിപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ സ്ട്രഗിൾ ആണല്ലോ. ഇപ്പം പഴയതുപോലെ അല്ല, ഫാമിലിയായി, ഇപ്പം അതിൻ്റെ ഒരു പ്രഷർ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ഏത് ജോലിക്ക് പോയാലും നമ്മൾ സിനിമ വലിക്കും. അതാണ് സിനിമയുടെ ഒരു സംഭവം. നമുക്ക് മനസ്സറിഞ്ഞ് വേറെ പോകാൻ പറ്റത്തില്ല. ഞാൻ വേറെ അതിന് ജോലിയൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും പോകാൻ പറ്റിയിട്ടില്ല. സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പരിപാടിയായിട്ട് തന്നെ ആയിരിക്കും ഞാൻ നിൽക്കുന്നത്. 10-25ഓളം സിനിമ ചെയ്തു. നമുക്ക് സ്ട്രൈക്കാവുന്ന ഒരു ക്യാരക്ടർ, അങ്ങനെ ഒരു സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല. പുണ്യാളൻ കുഴപ്പമില്ലാത്തൊരു പടമായിരുന്നു. പക്ഷെ ഇപ്പം ഈ ഒരു 4-5 മാസത്തിനിപ്പുറം എൻ്റെ ഒരു 3-4 സിനിമ റിലീസായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ തമിഴിൻ്റെ മലയാളം ഡബ് വെർഷൻ വന്നായിരുന്നു. പിന്നെ KSFDCയുടെ ഒരു പടം ചുരുളെന്ന് പറയുന്ന, പ്രമോദ് വെളിയനാട് നായകനാണ്. അത് നല്ല സിനിമയാണ്. ആ ഒരു സിനിമ. പിന്നെ ഇപ്പോൾ പുണ്യാളൻ. പിന്നെ ഇനിയിപ്പോൾ അല്ലാതെ തന്നെ ഒരു കുഞ്ഞു സിനിമ ഞാൻ മെയിൻ ക്യാരക്ടർ ചെയ്തൊരു സംഭവം അല്ല, അത് സിനിമ അത് ഭാഗത്തിൽ കൂട്ടാൻ പറ്റത്തില്ല. പൈലറ്റ് മൂവി പോലത്തെ ഒരു. ചേട്ടാ, തോർത്തിന് ശേഷം പിന്നെ ഒരു തോർത്ത് ഉണ്ടാവാത്തതിന്റെ റീസൺ എന്താണ്? നിങ്ങൾ അത്രയും നല്ലൊരു ഷോർട്ട് ഫിലിം ചെയ്തു, അത് ഇന്നും ആൾക്കാർ ഓർത്തിരിക്കുന്നുണ്ട്. പിന്നെയും നിങ്ങൾക്കിടയിൽ ഒരു മറ്റൊരു തോർത്ത് അല്ലെങ്കിൽ അതുപോലൊരു വർക്ക് പിന്നെ എന്താ സംഭവിക്കാതിരുന്നത്? അത് സിനിമയുടെ ഒരു പറയുകയാണെങ്കിൽ അത് സംഭവിക്കുന്നതാണ്. നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, നമ്മൾ അതിൻ്റെ വേണ്ടി ഇൻഷെറ്റ് ചെയ്ത് നമ്മൾ നടക്കുന്നുണ്ട് സെറ്റ്. പക്ഷെ അത് സംഭവിക്കുന്നതല്ലേ. അത് അവിടെയാണ് നമ്മൾ നോക്കുന്നത്. ഇത് നമ്മൾ എന്തൊക്കെ ചെയ്ത് അതിൻ്റെ കൂടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞ ഇതും കൂടെ ഒരു ഘടകം കൂടെ ഉണ്ടായാൽ മാത്രമേ ഇത് പൂർണ്ണമാകത്തുള്ളൂ. നിങ്ങൾ ഏതെങ്കിലും ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ, ഈ തോർത്ത് ചെയ്തതിന് ശേഷം ഏതെങ്കിലും കടക്കാര് നിങ്ങളോട് മോശമായി പെരുമാറുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുത്തി പറയുന്ന സംസാരമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കാരണം കടകളെ പറ്റി, പ്രത്യേകിച്ച് തട്ടുകടകളെ പറ്റി ഒരു, അതായത് ഇതിപ്പോ ഇത്ര നാളായി, ആ സമയത്ത് ഹോട്ടലിൽ നിന്ന് പോകാറില്ല. പ്രത്യേകിച്ച് ഈ ഷൂട്ട് നടന്ന ഹോട്ടലിൽ പോയിട്ടേ ഇല്ല. അപ്പൊ അത് ഒറിജിനൽ ഹോട്ടൽ തന്നെയായിരുന്നു? അതൊരു ഹോട്ടലായിരുന്നു. നിങ്ങൾ എന്ത് പറഞ്ഞ അവർ സമ്മതിപ്പിച്ച ഈ ഹോട്ടലുകാരെ? അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല, ഒരു നാട്ടുമ്പുറത്തുള്ള സംഭവമാണ്. ഒരു ഷൂട്ടാണ്, ഇങ്ങനെ പൊറോട്ട അടിക്കുന്ന സംഭവമൊക്കെയാണ്. അപ്പോൾ അവരിങ്ങനെ സപ്പോർട്ട് ചെയ്തത്, അത് നിങ്ങളിത് എടുത്തു, അത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യായിരുന്നു. അവരറിഞ്ഞില്ല പണിയാണ് വരാൻ പോകുന്നത്. അപ്പം ഡയറക്ടറും അൽത്താഫും ഞാനും നമ്മുടെ ക്യാമറമാനൊക്കെ പറയുന്നത്, ഇതിനിത് ഇറങ്ങുമ്പോഴത്തേക്കും എന്താണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് അറിയില്ല. നിങ്ങൾക്ക് പരിചയമുള്ള ആളായിരുന്നു അതോ? അല്ലല്ല, പരിചയമില്ലാത്ത ഒരാള്. പിന്നെ ഇത് ഇങ്ങനെ ഒരു വൈറൽ ആവുമെന്ന് വിചാരിച്ചല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്, അത് സംഭവിക്കുന്നതല്ലേ. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം അവര് വന്നിട്ടില്ല, അന്വേഷിച്ചിട്ടുണ്ടാവും. അത് പിന്നെ കടയുടെ പേര് നമ്മൾ കാണിച്ചില്ലല്ലോ, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. വേറെ കടകളിൽ പോകുമ്പോ, തട്ടുകളിലൊക്കെ പോകുമ്പോ ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ട് അതിനെപ്പറ്റി ചോദിക്കുകയോ പറയുകയോ മോശമായ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കില്ല? അത് ഫണ്ണി ആയിട്ടുള്ള ചോദിച്ചിട്ടുണ്ട്. അതൊരു കോമഡി ഇതിൽ തന്നെയാണ് നമ്മളത്, നല്ല വേറെ ഒന്നുമല്ല. ഇത് വൈറലായി, ഈ ഷോർട്ട് ഫിലിം വൈറലായി നിങ്ങൾ എപ്പോഴും അറിയുന്ന? എപ്പോഴാണ് നിങ്ങൾ യൂട്യൂബിലോട്ട് ഇട്ടു? അന്ന് എത്ര പേരെങ്കിലും ഫോണുണ്ട്, എത്ര പേര് കാണും നമുക്ക് അറിയാൻ പറ്റില്ല. ഇന്ന് നമുക്കറിയാം, നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്ക് അത് വൈറലാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ കാലഘട്ടത്തിൽ ഇത് വൈറലായി നിങ്ങൾ അറിയുന്നത് എപ്പോഴാണ്? നമ്മൾ അറിയുന്നത്, അത് എനിക്ക് തോന്നുന്നത് അന്ന് കേരള കൗമുദി പത്രത്തിൽ
അത് പിറ്റേ ദിവസം ഒരു ന്യൂസിൽ, അത് ഫ്രണ്ട് പേജിൽ അന്നൊരു ഭയങ്കര വൈറലാവുന്ന ഏത് ന്യൂസും സിനിമയല്ലേ എങ്ങനെ അതിനൊരു ടൈറ്റിലായിട്ട് അവർ മെയിൻ പത്രത്തിൻ്റെ ടൈറ്റിലിൽ അവർ വെക്കുമായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ ഒരു പത്രം എടുത്ത് നോക്കിയപ്പോൾ ഈ സംഭവം കണ്ട ഞെട്ടിപ്പോയി, അറിയാതെ നമ്മൾ തന്നെ ഞെട്ടി. പത്രം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഇത് സംഭവം കാണുന്നു. ചേട്ടൻ്റെ ഫോട്ടോ അടക്കം ഉണ്ടോ? ഫോട്ടോ അടക്കം ഒരു വലിയൊരു വാർത്ത മെയിൻ പേജിലാണ് ഒരു ആഡൊക്കെ കൊടുക്കുന്ന പോലെ സാധനം കൊടുത്തിട്ടുണ്ട്, യൂട്യൂബിൽ തരംഗമായി എന്ന്. നമ്മളെ പോലെ ഇതുപോലെ അപ്ഡേഷൻ കറക്റ്റായിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ. അതാണ് അതെ. അപ്പൊ ഇത് കണ്ടിട്ടാണ് ഞാൻ ഉടനെ ഇങ്ങനെ അൽത്താഫിനെ വിളിച്ചപ്പോൾ അപ്പം എടാ ആണ് ആ സംഭവം. പിന്നെ നമ്മളറിയാതെ തന്നെ ഈ സാധനം അങ്ങ് ഈ പട്ടം പോലെ പറന്നു പോകും എന്നൊക്കെ പറയുന്നത്, അതിലങ്ങ് ഏറലതങ്ങ്. അല്ല അന്നത്തെ കാലത്ത് എങ്ങനെയായിരിക്കും, കാരണം ആൾക്കാരുടെ ഫോണില്ല, അപ്പൊ ഇത് എങ്ങനെ കണ്ടുണ്ടാവുന്ന എങ്ങനെയായിരിക്കും? അത് യൂട്യൂബ്, അന്നൊരു യൂട്യൂബിന്റെ ഒരു ഇതുണ്ടായിരുന്നു, കൂടുതലും തുടക്കമായിരുന്നല്ലോ, യൂട്യൂബ് വഴിയാണ് കൂടുതലും കണ്ടത്. പിന്നെ അത് യൂട്യൂബിൽ കുറച്ച് ഇതായപ്പോഴത്തേക്ക് പിന്നെ ചാനലുകാരൊക്കെ അത് കാണിച്ചു തുടങ്ങി, ടി വിയിൽ കാണിക്കാൻ തുടങ്ങി അല്ലേ, അതിന്റെ ക്ലിപ്പിങ്സും ഇതൊക്കെ കാണിച്ചു. പിന്നെ അത് ആൾക്കാർ അതിൽ നിന്ന് വരുമാനമോ ആ സമയത്ത് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇത്രയും വൈറലായ ഒരു ഷോർട്ട് ഫിലിം അത് പറഞ്ഞ വേറൊരു കഥയാണ്, നമുക്ക് വന്നിട്ടില്ല. എന്തായാലും ആ കഥ പറയാൻ ഇവിടെ ശരി ഉദ്ദേശിച്ചില്ല. കുഴപ്പമില്ല. ഓക്കെ. ഈ മൊമെന്റിൽ ഈ പാസ്റ്റിലോട്ട് നോക്കുമ്പോഴത്തേക്കും ലൈഫിലെ ഏറ്റവും മനോഹരമായ ഒരു മൊമെന്റ് ഏതായിരിക്കും? ഈ സിനിമയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമായിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പോകാനുണ്ട്, പക്ഷെ നമുക്ക് താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതെങ്കിലും എത്തിയല്ലോ, നമ്മൾ സാധാരണ ഒരു ഫാമിലിയിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നല്ലോ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അതിന് എന്നെ ഇപ്പോൾ ഈ 10 വർഷമായിട്ടും എന്നെ ഈ സീറ്റിൽ ഇരുത്തിയിരിക്കുന്നെങ്കിൽ അത് തോർത്താണ്. അപ്പം ആ ഒരു തോർത്തിൻ്റെ ഒരു പിൻബലം ഇപ്പോഴും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ പോലെ 25 സിനിമകളല്ല എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. അതെ അല്ലേ? ഉറപ്പായിട്ടും. ശരിക്കും ചില വർക്കുകൾ അങ്ങനെയാണ്, ഒരുപാട് ഷോർട്ട് ഫിലിം ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇത്രയും ടെക്നോളജി മാറി എന്തുമാത്രം ഷോർട്ട് ഫിലിം വന്നാലും നമ്മൾ ഈ നൊസ്റ്റാൾജിയ എന്ന് പറയും പോലെ തോർത്ത് നമുക്കൊരു നൊസ്റ്റാൾജി വർക്ക്. അതായത് പബ്ലിക്കിന്റെ ഇടയിൽ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ ആദ്യം ഓർക്കുന്ന തോർത്ത്. അതെ അതെ അതെ. ആ കൾച്ചറിന് തുടക്കം ഉണ്ടാവുന്നത് തോർത്തിലൂടെ. മലത്തൊരിക്കൽ ആൽബം തരംഗം ഉണ്ടായി എന്ന് പറഞ്ഞ പോലെ ഒരു ഷോർട്ട് ഫിലിം തരംഗത്തിന് തുടക്കം കുറിച്ചത് തോർത്ത് തന്നെയാണ്. ചേട്ടൻ തന്നെ പറഞ്ഞു അന്ന് ഡയറക്ടർ അൽത്താഫ് റഹ്മാൻ താനാണെങ്കിൽ ചേട്ടനാണെങ്കിൽ ഈ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് തോർത്തിലേക്ക് വിളിച്ചു വരുത്തി ആ വർക്ക് ചെയ്യിപ്പിച്ചു. ആ ഡയറക്ടർ അല്ലെങ്കിൽ ആ അൽത്താഫ് റഹ്മാൻ എന്ന് പറയുന്ന ചേട്ടൻ ലൈഫിലെ ഏറ്റവും ടേണിംഗ് ആയിട്ടുള്ള മനുഷ്യൻ, പിന്നീട് നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് വർക്കുകളൊന്നും സംഭവിച്ചില്ലേ? സംഭവിച്ചു. പുള്ളി നീലി എന്ന് പറയുന്ന സിനിമ ചെയ്തു, അല്ല ഞാൻ കുഞ്ഞു ക്യാരക്ടറാണ് ചെയ്തത്. ശേഷം ജെന്നിഫർ എന്ന് പറയുന്ന ഒരു സിനിമ, അതിപ്പോൾ OTT റിലീസാകാൻ പോകുന്നുണ്ട്, അത് ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് നാളായി. ഇപ്പോൾ പുള്ളി ഒരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട്, അതിൽ നമ്മുടെ മുരളിച്ചേട്ടനാണ് അതിൽ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്, മുരളിച്ചേട്ടൻ. അപ്പം അതിലൊരു ക്യാരക്ടറുണ്ട്. അപ്പം അന്ന് തുടങ്ങിയ ആ സൗഹൃദം ഇന്നും നിലനിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേറെ പ്ലാൻ ഒരുപാട് ചെയ്തിരുന്നു, ഒരുപാട് സിനിമയുടെ ചർച്ചകളും അതിൻ്റെ പ്രോസസ്സിങ് പിന്നെ സിനിമയാണ്. നമ്മൾ കോവിഡ് സമയത്ത് ഒരു പ്രോജക്റ്റ് നമ്മൾ എല്ലാം ഓക്കെ പ്രോജക്റ്റ് ആയിരുന്നു, ആ സമയത്ത് കോവിഡ് വന്നു. അപ്പം സിനിമ കോവിഡിന് ശേഷം കോവിഡിന് മുന്നേ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഒരു ആഫ്റ്റർ കോവിഡും ബിഫോർ കോവിഡും എന്നൊരു സാധനമുണ്ട്. അതിന് ശേഷം പിന്നെ വേറൊരു തരംഗമായിരുന്നു സിനിമയുടെ ഒരു സ്ട്രക്ചർ തന്നെ മാറിയത്. സിനിമ സോഷ്യൽ മീഡിയ അതിനുശേഷം പിന്നെ ഇൻസ്റ്റ അതൊക്കെ ഇപ്പം കുറച്ചുകൂടെ വേറെ ലെവലിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഇപ്പം ഇത്രയും നാളായിട്ടും നമ്മൾ സോഷ്യൽ മീഡിയ വഴിയാണ് മുന്നോട്ട് വന്നതെങ്കിലും ആ ഷോർട്ട് ഫിലിം കഴിഞ്ഞിട്ട് പിന്നെ സിനിമ അതിൽ അങ്ങോട്ട് മാറി. ഇപ്പം വീണ്ടും അതുപോലെ ഇൻസ്റ്റ വഴിയാണ് കൂടുതൽ ആർട്ടിസ്റ്റുകളെയും കിട്ടുന്ന ഇൻസ്റ്റ വഴിയാണ്. ഞാൻ അതിന്റെ ഭാഗമായിട്ട് ഇപ്പം ഞാനിപ്പോൾ റീൽസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നാടോടുമ്പോൾ നമുക്ക് നടുവോടുന്നുണ്ട്. ഞാനിപ്പോൾ 1-2 റീൽസൊക്കെ ചെയ്തിട്ട് ഇതിന്റെ ഒരു ട്രാക്കിലോട്ട് വരണം, അതിന്റെ പരിപാടിയുണ്ട്. അൽത്താഫ് റഹ്മാൻ 2 അൽത്താഫ് ഉണ്ട്, അതാണ് ഞാൻ മനസ്സിലായി. ഡയറക്ടർ അൽത്താഫ് പുള്ളി പുണ്യാളിലൊക്കെ അഭിനയിച്ചാണ്. നെക്സ്റ്റ് പ്രോജക്റ്റ് ഉണ്ട്. നമ്മുടെ സൗഹൃദം ഇപ്പോഴും അതുപോലെ തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. ഇനി നമ്മുടെ പ്രോജക്റ്റുകൾ വരും എല്ലാം. അതെ, തോർത്ത് പോലെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പ്രോജക്റ്റ് നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ നിന്നും ഞങ്ങൾ പ്രേക്ഷകർക്ക് ഉണ്ടാവട്ടെ. നമ്മൾ തയ്യാറാണ്. ഇനി ബാക്കിയെല്ലാം ഈശ്വരന്റെ കയ്യിലാണ് സംഭവിച്ചേട്ടാ. ഓക്കെ. ഒരാളെ ലൈഫിൽ ഒരേ ഒരു ടേണിംഗ് പോയിന്റ് മാത്രമേ ഉണ്ടാവൂ എന്നൊരിക്കലും നമുക്ക് പറയാനാവില്ല. ഇപ്പൊ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ അതിഥിയുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് കഴിഞ്ഞു, പക്ഷേ ഇനിയും ഒരുപാട് വഴിത്തിരിവുകൾ, ജീവിതം മാറ്റിമറിക്കുന്ന, കരിയർ മാറ്റിമറിക്കുന്ന ടേണിംഗ് പോയിന്റ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് താങ്ക് യു ചേട്ടാ. ഓക്കെ, താങ്ക് യു.